ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ഫേസിൽ വന്നിരിക്കുന്ന ടാൻ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ടാൻ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഫേസിൽ സണ്ണുമായിട്ട് എക്സ്പോസ് ആവും. SPF ഒന്നും തേക്കാതെ, സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ടാൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്തൊക്കെ വരുമ്പോൾ നമ്മുടെ ഫേസിലൊരു ഡൾനെസ് ഫീൽ ചെയ്യും. അതിനാണ് നമ്മൾ ടാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടാൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് പോകുമ്പം നമ്മളിപ്പം ഒരിടത്ത് പോകുകയാണെങ്കിൽ അന്നേരം സ്ക്രബ് ചെയ്തിട്ടൊന്നും പോകാതിരിക്കുക. അങ്ങനെ സ്ക്രബൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആവും. ഓക്കെ, അങ്ങനെ സെൻസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ടാൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മളെങ്കിലും എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ SPF സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു കവറേജ് വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പോവുക. അപ്പം ഒരു പരിധി വരെ നമുക്ക് ഈ ടാൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ടാനൊക്കെ ഉണ്ടായിട്ട് വരികയാണെങ്കിൽ നമ്മളത് വേഗം തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പം 2-3 ദിവസം കഴിഞ്ഞ് അത് ശ്രദ്ധിക്കുന്നതെങ്കിൽ അത് മാറാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് വേഗം മിററിലൊക്കെ നോക്കുമ്പോൾ ഒരു ഡൾനെസ്സൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു റെമഡി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ടാൻ മാക്സിമം കുറയാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ ഈ വരുന്ന ടാൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോം റെമഡീസും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ബയോട്ടിക്കിൻ്റെ ടാൻ റിമൂവൽ സ്ക്രബ്. അപ്പം നമ്മൾ പാർലേഴ്സിലൊക്കെ പോയിട്ട് നമ്മൾ ടാൻ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അവരും ഈ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെയാണ് നോർമലി യൂസ് ചെയ്യാറ്. ഒന്നെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ വേറൊരു നേച്ചേഴ്സിൻ്റെ ഒരു ടാൻ റിമൂവൽ പാക്ക് ഉണ്ട്, അതൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇപ്പം പാർലേഴ്സൊക്കെ ക്ലോസ് ആണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇപ്പോൾ ടാൻ ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ മാറ്റാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇനി ഈ പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഫേസ് വെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഒരു ഫേസ് വാഷ് എടുക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് ഫേസ് വാഷ് എടുക്കാം. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് വാവിൻ്റെ ഒരു വിറ്റാമിൻ C റേഞ്ചിലുള്ള ഫേസ് വാഷാണ്. ഇതിനൊരു ആപ്ലിക്കേറ്റർ ഉണ്ട്. അപ്പം നമുക്ക് ഫേസ് ഇങ്ങനെ നല്ലോണം വാഷ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ വിറ്റാമിൻ C ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വിറ്റാമിൻ C ഫേസ് വാഷ് ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. നൈറ്റ് ടൈമിൽ മാത്രമേ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വിറ്റാമിൻ C കണ്ടൻറ്റുള്ള എന്തൊരു പ്രോഡക്റ്റും നമ്മൾ ഡേ ടൈമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സണ്ണുമായിട്ട് എക്സ്പോസ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ ഡൾനെസ് അല്ലെങ്കിൽ ഒരു ഡാമേജ് വരുത്താനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും വിറ്റാമിൻ Cയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡേ ടൈമിൽ യൂസ് ചെയ്യരുത്, മാക്സിമം നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ഡേ ടൈമിലാണ് ചെയ്യുന്നതെങ്കിൽ വിറ്റാമിൻ C അല്ലാതെ വേറെ ഏതൊരു ഫേസ് വാഷും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നൈറ്റ് ടൈമിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വിറ്റാമിൻ C ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഈ ഫോം വരും. ജസ്റ്റ് നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കൈ കൊണ്ട് ചെയ്യാം. നല്ലതുപോലെ വാഷ് ചെയ്യുക. ഫേസ് ഒന്ന് ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് ഫേസ് ഒന്ന് സോക്കാകാൻ വേണ്ടിയിട്ട് ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തത് സമയം എടുത്തൊരു
നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ടാൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ മാത്രമല്ല ഉണ്ടാവുക, നെക്ക് ഏരിയയിലും വേഗം വരും. അപ്പം നമ്മൾ ഫേസ് മാത്രം ഈ ഒരു ഇത് ചെയ്തിട്ട് കാര്യമില്ല, എന്താണ് നമ്മുടെ നെക്കിലും കൂടി നല്ലതുപോലെ വാഷ് ചെയ്ത് ഓക്കെ. അപ്പം ഞാൻ ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു. ഓക്കെ, അപ്പം ഇനി എന്താണ്, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ടാൻ റിമൂവൽ സ്ക്രബ്ബ്, ബയോട്ടിക്കിൻ്റെ ടാൻ റിമൂവൽ സ്ക്രബാണ്. ഇത് നമുക്ക് എന്താ ഫേസ് സ്ക്രബായിട്ടും പാക്കായിട്ടും ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ഫസ്റ്റ് ഇതും കൊണ്ട് സ്ക്രബ് ചെയ്യും, എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് ഫേസിൽ ലീവ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും കണ്ണിൻ്റെ ഏരിയാസിൽ സ്ക്രബ് ചെയ്യാതിരിക്കുക. കാരണം കണ്ണെന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്, ഈ കണ്ണിൻ്റെ ആ ഒരു സർക്കിൾ ഫുൾ. അപ്പം അവിടെ അങ്ങനെ സ്ക്രബ് ചെയ്യാതിരിക്കുക, ബാക്കിയുള്ള ഫേസിൽ സ്ക്രബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കുറച്ച് അത്യാവശ്യം എമൗണ്ട് എടുക്കുക. എന്നിട്ട് ഫേസിലിങ്ങനെ സ്ക്രബ് ചെയ്യുക. ഫേസ് സ്ക്രബ് ചെയ്യുമ്പം ഭയങ്കര ജെൻറ്റിലായിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ. ഓവറായിട്ട് ഇങ്ങനെ എന്താ പ്രഷർ കൊടുക്കരുത്, അപ്പോൾ നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് ഉണ്ടാക്കും. ജെൻറ്റിലായിട്ട് സമയമെടുത്ത് ഫേസ് സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു, ഫേസ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 5-8 മിനിറ്റ് വരെയൊക്കെ ഇങ്ങനെ നൈസായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് പാക്കായിട്ടും യൂസ് ചെയ്യാം. ഞാൻ ചെയ്യാറുള്ളതാണ്. ഇതിനകത്ത് അങ്ങനെ പാക്കായിട്ട് യൂസ് ചെയ്യാമെന്നൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് സ്ക്രബ്ബറിന് എഴുതിയിട്ടുള്ളൂ. ഞാൻ എന്താണ് ഈ ഒരു പ്രോഡക്റ്റ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അതൊന്നും വരുന്നില്ല, തീർന്നു. ഓക്കെ, സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എടുത്ത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഫേസിൽ ജസ്റ്റ് പാക്കായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒരു എത്ര 10-15 മിനിറ്റ്സ്, ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത്. അതിന് മുമ്പ് നമ്മൾ ഇതെടുക്കണം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പാക്കായിട്ട്, അപ്പം പാക്കായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ തേച്ച് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ഒരു 10-15 മിനിറ്റ്സ് ഇത് ഡ്രൈ ആകാൻ വെക്കുക. ഓക്കെ, അപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഇങ്ങനെ ഒരു ഡ്രൈ ആയി തുടങ്ങിയിരിക്കുന്നു. അപ്പം നമുക്കിനി ഇത് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടോ നോക്കാം. ഞാൻ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തു. അപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ചെറിയ ഒരു ഒരു ഗ്ലോ കിട്ടും. അത് ആ ഒരു ഡൾനെസ് മാറി ചെറിയൊരു ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 75 റുപ്പീസാണ്. 50 ഗ്രാമിനാണ് 75 റുപ്പീസ്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് വീക്ക്ലി ടോയ്സ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ.
നൈറ്റ് ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഡേ ടൈമിൽ സണ്ണുമായിട്ട് എക്സ്പോസ് ആകുമ്പം ഇത് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ രാവിലെ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി സണ്ണായിട്ടൊക്കെ എക്സ്പോസ് ആവുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ സ്ക്രബ് ചെയ്യുമ്പോൾ സെൻസിറ്റീവ് ആവും. അപ്പം സണ്ണുമായിട്ട് എക്സ്പോസ് ആകുമ്പോൾ അവിടെ കൂടുതൽ ടാൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നൈറ്റ് ടൈമിൽ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വീക്കിലി ട്വൈസ് മാത്രമേ യൂസ് ചെയ്യുക. ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ വളരെയധികം സെൻസിറ്റീവ് ആവുകയും പിന്നീട് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ടാൻ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് ഉണ്ടായ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ഗുഡ് ബൈ.